നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ വിദഗ്ധ ചികിത്സയ്ക്കായി മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം രണ്ടാം ദിവസവും വിജയിച്ചില്ല. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മാനേജ്മെന്റിന്റെ അന്യായ നടപടിക്കെതിരെ ധർണ നടത്തി. പാലക്കാട് സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി ഡിസ്റ്റിലറി അനുമതി നൽകിയ സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് ബിഷപ്പ് ഡോക്ടർ ഹുഹാനോൻ മാർ തെയോഡേഷ്യസ്. ചാലക്കുടിയിലെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിൽ അതിഭീകരമായ വന്യജീവി താണ്ഡവമാണ് നടക്കുന്നതെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി. ചാലക്കുടിയുടെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിൽ വന്യ മൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി ദേശീയപാതയും MC റോഡ് സംഗമിക്കുന്ന അങ്കമാലിയോട് അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ വ്യാപാരികളുടെ നിരാഹാര സത്യാഗ്രഹം. വാർത്തകൾ വിശദമായി. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ വിദഗ്ധ ചികിത്സയ്ക്കായി മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം രണ്ടാം ദിവസവും വിജയിച്ചില്ല. ആനയെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ച് പിടികൂടാനുള്ള ശ്രമമാണ് രണ്ടാം ദിവസവും വിജയത്തിൽ എത്താതിരുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മേഖലയിൽ നിന്നും മാറ്റി സുരക്ഷിത സ്ഥലത്തെത്തിച്ച് മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുന്നതിനുള്ള ശ്രമമാണ് രണ്ടാം ദിവസമായി തുടരുന്നത്. ഡ്രോണിന്റെ സഹായത്തോടെ ആനയെ കണ്ടെത്താനുള്ള ശ്രമം രണ്ടാം ദിവസവും വിജയം കണ്ടില്ല. ഫോറസ്റ്റ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയും സംഘവുമാണ് ആനയെ വെടിവെക്കാനായി വനത്തിൽ തമ്പടിച്ചിട്ടുള്ളത്. ബുധനാഴ്ച ചാലക്കുടി പുഴയുടെ വെറ്റ്ലപ്പാറ തുരുത്തിൽ കൊമ്പനെ കണ്ടെത്തിയെങ്കിലും ഇടയ്ക്ക് പുഴയിൽ ഇറങ്ങി കുളിച്ചുകൊണ്ടിരുന്ന കൊമ്പനെ മയക്കുവെടി വെക്കാനായി തുരുത്തിൽ നിന്നും വനത്തിലേക്ക് കയറ്റുന്നതിന് ആളുകളുടെ സാമീപ്യം തടസ്സം സൃഷ്ടിച്ചു. അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജിഷ്മ ജനാർദ്ദന്, കോടനാട് ആന സംരക്ഷണ കേന്ദ്രത്തിലെ വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിജോയ് C. ബാബു, തൃശൂരിലെ വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഡേവിസ് എന്നിവരും വനപാലകരോടൊപ്പം ദൗത്യ സംഘത്തിലുണ്ട്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മാനേജ്മെന്റിന്റെ അന്യായ നടപടിക്കെതിരെ ധർണ നടത്തി. മാനേജ്മെന്റും തൊഴിലാളി യൂണിയനും തമ്മിലുള്ള കരാറിന് വിരുദ്ധമായി മുന്നറിയിപ്പ് പോലും നൽകാതെ തൊഴിലാളിയെ സസ്പെൻഡ് ചെയ്ത മാനേജ്മെന്റ് നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. യൂണിയൻ ജോയിന്റ് സെക്രട്ടറി കൽറ്റസ് ബേബിയെയാണ് കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത്. കമ്പനി ഗേറ്റിൽ നടന്ന ധർണ CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി K. സന്തോഷ് ജോസഫ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് PS സന്തോഷ്, VX ജോസ്മോൻ, PC അനൂപ് എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാർ വ്യവസ്ഥ എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഇത്തരം വീഴ്ചകൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് സസ്പെൻഷൻ അടക്കമുള്ള കുറച്ചുകൂടി ഗൗരവമായ നടപടിയിലേക്ക് എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ഏതൊരു കമ്പനിയുടെയും എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച അതിൻ്റെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് എഗ്രിമെന്റിനകത്ത് വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തുന്ന എഗ്രിമെന്റിന്റെ ഭാഗമായി തൊഴിലാളികൾക്കും അതുപോലെ തന്നെ തൊഴിലുടമയ്ക്കും ബാധകമായ ഇത്തരം നേടിയെടുത്തവ സംരക്ഷിക്കാൻ അതിനാണ് ഈ സമരം. ഇൻകുലാബ് സിന്ദാബാദ്. പാലക്കാട് സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി ഡിസ്റ്റിലറി അനുമതി നൽകിയ സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് KCBC മധ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യൂഹാനോൻ മാർ തെയോഡോഷ്യസ്.
KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമരജ്വാല സമരപരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിൽ നിർവഹിക്കുകയായിരുന്നു ബിഷപ്പ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയോട് അല്പമെങ്കിലും കൂറ് പുലർത്തുന്നെങ്കിൽ അതിന് മറികടക്കരുത്. നിങ്ങൾ അന്ന് പറഞ്ഞത് മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു എന്നാണ്. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറച്ചുകൊണ്ടുവരുന്ന നയമായിരിക്കും ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കുക എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ആ നിലപാടിന് ഘടകവിരുദ്ധമായി 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് 1000-ലധികം ബാറുകളും 100 കണക്കിന് മറ്റു തരത്തിലുള്ള മദ്യശാലകളും തുറന്നുകൊടുത്തു. സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും മദ്യം വ്യാപകമാകുമ്പോൾ തന്നെ മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളെ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിർവീര്യമാക്കി 2017 പഞ്ചായത്ത് രാജ് നഗരപാലിക 232 447 വകുപ്പുകൾ എടുത്തുകളഞ്ഞ് ഈ സ്ഥാപനങ്ങളെ നോക്കുകുത്തികളാക്കി. ഈ നയം തിരുത്തണം. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് സമിതി കടക്കും. ഏകോപന സമിതി സംസ്ഥാന ചെയർമാൻ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള, ഏകോപന സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ, ഫാദർ ആന്റണി അറക്കൽ, ഫാദർ ജോസഫ് ഷെറിൻ, ജെയിംസ് കൊറമ്പേൽ, CX ബോണി, ഷൈബി പാപ്പച്ചൻ, കുരുവിള മാത്യൂസ്, TM വർഗീസ്, ജെസി ഷാജി, KK വാമലോചനൻ, ML ജോസഫ്, MD റാഫേൽ, അലക്സ് മുല്ലാമ്പറമ്പൻ, ജോൺസൺ പാട്ടത്തിൽ, രാധാകൃഷ്ണൻ കാട്ടുങ്കൽ എന്നിവർ പ്രസംഗിച്ചു. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കുടുംബങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 24 ഏക്കറാണ് പാലക്കാട് അങ്കമാലി കരയമ്പറമ്പ് ഭാഗത്തു നിന്നും മയക്കുമരുന്നുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ അങ്കമാലി എക്സൈസ് സംഘം പിടികൂടി. പശ്ചിമബംഗാൾ സ്വദേശി സമയോ മണ്ഡലാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും 22 ഗ്രാം ബ്രൗൺ ഷുഗറും 10 ഗ്രാം കഞ്ചാവും എക്സൈസ് കണ്ടെടുത്തു. അങ്കമാലി കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിൽപ്പനയ്ക്കായി എത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കരയാമ്പറമ്പ് പാലത്തിന് സമീപത്തു നിന്നും പിടികൂടിയത്. അങ്കമാലി പെരുമ്പാവൂർ ആരോ ഭാഗങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വൻതോതിൽ മയക്കുമരുന്നുകൾ എത്തിക്കുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ വ്യാപകമായി നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആലുവ ഭാഗത്ത് 5 കിലോ കഞ്ചാവ്, ഇവിടെ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ നടത്തിയ കരയാമ്പറമ്പ് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 22 ഗ്രാം ബ്രൗൺ ഷുഗറും 10 ഗ്രാം കഞ്ചാവും കണ്ടുകിട്ടിയിട്ടുള്ളതാണ്. പ്രതി പശ്ചിമബംഗാൾ സ്വദേശിയാണ്. ഇദ്ദേഹം 4 ദിവസമായിട്ടുള്ളൂ ഇവിടെ പഞ്ചിതങ്ങളിൽ നിന്ന് സാധനമായിട്ട് ഇവിടെ നാട്ടിലെത്തിയിട്ട്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇവിടെ രാവിലെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ബ്രൗൺ ഷുഗർ വിൽക്കുന്നതിനായിട്ട് വന്നപ്പോഴാണ് പിടികൂടിയത്. ടിയാന്റെ പക്കൽ നിന്ന് വിൽപ്പന ഇനത്തിൽ 1000 രൂപ തൊണ്ടിപ്പണിയായിട്ടും കിട്ടിയിട്ടുള്ളതാണ്. ടിയാന്റെ ഒരു മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതാണ്. ചാലക്കുടിയിലെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിൽ അതിഭീകരമായ വന്യജീവി താണ്ഡവമാണ് നടക്കുന്നതെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലെ. വെട്ടിക്കുഴി, ചായപ്പൻകുഴി പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യജീവൻ പൊലിയുമ്പോൾ ജനത്തെ ആശ്വസിപ്പിക്കുവാൻ വാഗ്ദാനങ്ങൾ നൽകുന്ന ടീം മാത്രമായി അധികാരവർഗം മാറരുത്. കടക്കെണിയിലായ കർഷകരെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുമ്പോൾ ആത്മാഭിമാനമുള്ള പൊതുപ്രവർത്തകർക്ക് കൈയും കെട്ടി നോക്കിയിരിക്കുവാൻ കഴിയില്ല. വനം വകുപ്പിന്റെ അടിസ്ഥാനം വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം മനുഷ്യജീവനും സംരക്ഷണം നൽകേണ്ടവരാണെന്ന തിരിച്ചറിവ് ഇല്ലാത്തിടത്തോളം വനപാലകരും പച്ചയായ മനുഷ്യരും തമ്മിലുള്ള യുദ്ധം മുറുകിക്കൊണ്ടിരിക്കും. വന്യജീവി സംരക്ഷണം സംബന്ധിച്ച് ലോകത്തെ ഒരു രാജ്യത്തും ഇല്ലാത്ത കിരാത നിയമമാണ് രാജ്യത്തുള്ളത്. പരിസ്ഥിതി പ്രവർത്തകൻ ഗാഡ്ഗിൽ അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അധികാരവർഗത്തിന്റെ നിശബ്ദത വെച്ചുപൊറുപ്പിക്കാനാകില്ല. അതിരപ്പള്ളിയിൽ പിഞ്ചുകുഞ്ഞ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടപ്പോഴുണ്ടായ അധികാരവർഗത്തിന്റെ പ്രഖ്യാപനങ്ങൾ വീണ്ടും ആവർത്തിക്കുവാനുള്ള ദുരന്ത സാഹചര്യം ഇനിയും ഉണ്ടാകുന്നതിന് മുമ്പ് നടപടികൾ സ്വീകരിക്കണം, അദ്ദേഹം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി, NC ബോബൻ, KV ജോസ്, ചാക്കോ മാളിയേക്കൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കുടിയുടെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിൽ വന്യ മൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി വന്യമൃഗങ്ങളുടെ ഭീകര താണ്ഡവമാണ് കുറച്ചധികം നാളുകളായിട്ട് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിരവധി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്
ഈ കാര്യത്തെ സംബന്ധിച്ച് വലിയ ദുരന്തങ്ങൾ മുൻപ് അതിരപ്പള്ളിയിൽ ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് ഒരു കുഞ്ഞു പാവം കുട്ടിയെ ആന ചവിട്ടി കൊലപ്പെടുത്തുകയുണ്ടായി. അന്ന് സർക്കാരിൻ്റെ വലിയ കോർഡിനേഷനും ബന്ധപ്പെട്ട ആളുകളുടെ ഇടപെടലും ഈ ഭാഗത്ത് ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷെ പിന്നീട് ഒരു പ്രോഗ്രസ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നിരവധി വന്യമൃഗ ആക്രമണങ്ങൾ കൊണ്ട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ മേഖലയിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുക. പൊതുപ്രവർത്തകരായ രാഷ്ട്രീയക്കാരായിട്ടുള്ള നല്ല മനസ്സുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഞങ്ങളുടെ നാട്ടുകാർ പ്രിയപ്പെട്ടവരൊക്കെ അവർക്ക് വേണ്ട സ്വത്തും മറ്റിടങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയെ സർക്കാർ അതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പൊതുനന്മയുള്ള ആളുകളെ സംബന്ധിച്ച് ഇതെങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി പറ്റും? അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇനിയൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കാര്യത്തെ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകണം. പലതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നിരവധി നിയമമുള്ളപ്പോൾ പുരാതനമായിട്ടുള്ള ആശയങ്ങൾ വെച്ചുകൊണ്ട് ഇനിയൊരു ഇടവേള.